ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷത്തോടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരു അപ്ഡേഷനാണ്. വേറെ ഒന്നുമല്ല, ഓൺലൈനിൽ നിന്നും ഹാങ്ങിങ് വിങ്കാ റോസിൻ്റെ സീഡ് വാങ്ങിയിട്ട് മുളപ്പിച്ച് അതിനകത്ത് വന്നിരിക്കുന്ന പൂക്കളുടെ കാഴ്ച കേട്ടോ. കാണുന്നുണ്ടോ? ഇതൊരു നല്ല ഡാർക്ക് മജന്ത കളറിലാണ്, നല്ല ബൊക്കെ പോലെ കിടക്കുന്നതാണ്. അപ്പോൾ ഇത് കുറേ പൂക്കളാവട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ഞാൻ ബാക്കിയുള്ള വിത്ത് പകുതി പാകിയുണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ള വിത്തും പാകി മുളപ്പിച്ച് തയ്യായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. പലരും വിത്ത് വാങ്ങിയിട്ട് മുളയ്ക്കുമോ രക്ഷപ്പെടുമോ അത് ശരിയാവുമോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഒരു രീതിയിൽ കെയറിങ്ങും വേണ്ട, വെറുതെ കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണും കുറച്ച് എന്താ പറയുക, ഇളക്കില്ലാത്ത മണ്ണാണെങ്കിൽ ചകിരിച്ചോറിടാം, ഉണങ്ങിയ ചാണകപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മൾ പുളിപ്പിച്ച എന്തെങ്കിലും ചാണകം പുളിപ്പിച്ചതോ അല്ലെങ്കിൽ തേങ്ങ പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് വയ്ക്കുമല്ലോ, അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. അല്പം, അധികമൊന്നും വേണ്ട, എന്നാലും ഇതിങ്ങനെ പൂണ്ടായി നിൽക്കും. നമ്മുടെ നാടൻ വിങ്കാ റോസ്, നമ്മൾ സാധാരണ ഉണ്ടാകുന്ന വിങ്കാ റോസ് ഞാൻ നിങ്ങൾക്ക് ഒത്തിരി വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതും ഇപ്പോഴും മനോഹരമായിട്ട് പൂക്കളുണ്ടായിരിക്കുന്നുണ്ട്. നമ്മുടെ അരയന്നത്തിൻ്റെ താഴെയൊക്കെ നമ്മളത് പിടിപ്പിച്ചിട്ട് നല്ല രസമായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഹാങ്ങിങ് വിങ്കാ റോസ് ഞാൻ അധികം അങ്ങനെ നട്ടിട്ട് ഉണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ ഇത് നമുക്ക് എന്ത് രസമായിട്ടാന്ന് നോക്കി, വേറെ ഒരു കളർ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു കട മാത്രം, ഒരു ചെടിയുടെ ഒരു ചുവട് നട്ടതാണ് കേട്ടോ ഇത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന് അത്യാവശ്യം വെയിൽ വേണം കേട്ടോ. അപ്പം ഞാനിത് നമ്മുടെ പോണ്ടിൻ്റെ അവിടെയാണ് വെച്ചിരിക്കുന്നത്, നമ്മുടെ മീൻകുളത്തിൻ്റെ മുകളിൽ, വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലായിട്ട് വെച്ചിരിക്കുന്നുണ്ടോ. ഇത് നോക്കി, ഒരു പീച്ച് കളറ്, ലൈറ്റ് പിങ്ക്, അതുപോലെ അതിൻ്റെ ഉള്ളിൽ വേറൊരു ഡിസൈൻ കൂടി കയറി വരുന്ന മനോഹരമായിട്ടൊരു ചെടിയാട്ടോ. എനിക്ക് വളരെ സന്തോഷമാണ്. ഞാനിതൊക്കെ വീഡിയോ നേരത്തെ ഇടണമെന്ന് വിചാരിച്ച, പക്ഷേ സമയക്കുറവുള്ളതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. അപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട, നമുക്ക് ഇത് മേടിച്ചാൽ എല്ലാ ചെടികളും നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും, അതിൻ്റെ കെയറിങ് കൊടുക്കുന്നത് പോലെ ഇരിക്കും. അപ്പോൾ ഇതും നല്ല രസമുള്ളൊരു വിങ്കാ റോസാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പിറ്റൂണിയ, അതുപോലെ ബാൾസം, ഇങ്ങനെയുള്ള ചെടികളുടെയൊക്കെ അപ്ഡേഷൻ ഇട്ടിരുന്നു. പിന്നെ വേറെ കുറേ ചെടികളുടെയൊക്കെ ഇട്ടിരുന്നു. നമ്മുടെ വിങ്കാ റോസിൻ്റെ വിത്ത് നമ്മൾ സാധാരണ പോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ ചെടി നട്ടുകഴിഞ്ഞതിൻ്റെ ചുവട്ടിലോ നമുക്ക് വിത്ത് പാകി പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അത് മുളച്ച് കഴിഞ്ഞാൽ നമ്മൾ തൈ. അപ്പോൾ ഇതിൻ്റെ വിത്ത് പാകാന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ആ വിത്ത് ഇതുപോലെ കല്ലും കട്ടയൊക്കെ പറക്കിയിട്ടുള്ള മണ്ണിൽ, മണലും മണ്ണും ചേർന്ന മണ്ണാലും, ഇളക്കമുള്ള മണ്ണാണെങ്കിൽ പെട്ടെന്ന് മുളയ്ക്കുമെന്നൊക്കെ അറിയാലോ. അല്ലെങ്കിൽ ചുമ്മാ നമ്മുടെ ഏതെങ്കിലും ചെടിച്ചട്ടിയുടെ സൈഡിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് മുളച്ച് കഴിയുമ്പോൾ വെയിൽ കൊള്ളിക്കുന്ന രീതിയിലിടാം. വെയിൽ കൊള്ളിച്ചാലാണ് ചെടികൾ നല്ല ഉഷാറായിട്ട് അതിൻ്റെ ചെടികൾ വളരുള്ളൂ. നമ്മൾ വിത്ത് പാകിയിട്ട് തണലേരിയയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക, മുരടിച്ചോണം പോകുള്ളൂ. അപ്പോൾ പാകി കഴിഞ്ഞാൽ ഉടനെ ചില ചെടികൾ നമ്മൾ നല്ല വെയിലത്ത് വെച്ചാൽ അത് നന്നായിട്ട് വളരും. അപ്പോൾ അങ്ങനെ വളർത്തിയതാണ്. അപ്പോൾ ഞാനത് പാകി ഇതേപോലെ കുറച്ച് ചെടികളൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഓരോന്നും നമ്മുടെ ചെറിയ ഹാങ്ങിങ് ബോട്ടിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് വെക്കേണ്ട കാര്യമുള്ളൂ. വിങ്കാ റോസിനൊന്നും അധികം ചുവട് മണ്ണിലേക്ക് കുറേ പോകേണ്ട, ഒരല്പം മണ്ണ് മതി. ഞാനിപ്പോൾ വിങ്കാ റോസ് നട്ടിട്ട് മാറ്റി നട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോഴേക്കും ചെടി നല്ല ഉഷാറായിട്ടുണ്ട്. ഈ വിങ്കാ റോസ് നമുക്ക് തിരിച്ചറിയാം, ഹാങ്ങിങ് വിങ്കാ റോസും സാധാരണ വിങ്കാ റോസും തിരിച്ചറിയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ട് ശ്രദ്ധിച്ചാൽ മതി. തണ്ട് വളരെ സെൻസിറ്റീവ്, വണ്ണം കുറവായിരിക്കും. ഇങ്ങനെ ഹാങ് ചെയ്ത് ബലമില്ലാത്തവണ്ണം ഇങ്ങനെ കിടക്കും. അതുപോലെ ഓരോ ഇലകളുടെ ഇടയിലൂടെയും ഇതുപോലെ ശിഖരങ്ങൾ വരും, ഓരോ കൊമ്പുകൾ വരും, കണ്ടാലറിയാം. അതേസമയം നമ്മുടെ സാധാരണ വിങ്കാ റോസ് അങ്ങനെ ആയിരിക്കില്ല. കുറച്ച് മുകളിലേക്ക് നല്ല ബലമായിട്ട് വളർന്നതിന് ശേഷം മാത്രമേ അതിനകത്ത് പുതിയ തണ്ടുകളൊക്കെ വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂമ്പ് നുള്ളി കൊടുത്താലാണ് നമ്മുടെ വിങ്കാ റോസ്, സാധാ വിങ്കാ റോസ് നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇതിലെപ്പോഴും ഇങ്ങനെ ശിഖരങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വിങ്കാ റോസ് നമ്മൾ എന്താ പറയുക, നഴ്സറികളിൽ കാണുമ്പോൾ അത് ഹാങ്ങിങ് ആണോ എന്ന് തിരിച്ചറിയാനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. എപ്പോഴും ഇങ്ങനെ മണ്ണിനോട് ചേർന്ന് താഴെ കിടന്ന് വളരാനാണ് അവർക്കിഷ്ടം. അപ്പോൾ അങ്ങനെ തിരിച്ചറിയാൻ പറ്റും. ഒരു 4-5 മാസമെങ്കിലായി കാണും കേട്ടോ നമ്മുടെ വിങ്കാ റോസ് നാടൻ, അതായത് ഹാങ്ങിങ് അല്ലാത്ത വിങ്കാ റോസ് നമ്മൾ ഇതേപോലെ അരയന്നത്തിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇതുപോലെ നട്ട് കൊടുത്ത് അതിനൊരു ബേസായിട്ട് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നട്ടതാട്ടോ. എത്രയോ പൂക്കളുണ്ടായിരുന്നറിയോ, ഒത്തിരി കളറുകൾ മിക്സ് ചെയ്ത് നട്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഇതേപോലെ വിങ്കാ റോസ് ഞാൻ പറയുന്നത് നമ്മൾ എങ്ങനെ നട്ടാലും നമുക്ക് ഒത്തിരി പൂക്കൾ തരും. വലിയ കെയറിങ്ങൊന്നും വേണ്ട. അപ്പോൾ ഇതേപോലെയുള്ള ചെടികളൊക്കെ വലിയ വിലയൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് നഴ്സറികളിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. ഞാൻ എത്ര നാൾ മുമ്പ് വാങ്ങിച്ച നമ്മുടെ ഫ്ലോക്സിൻ്റെ വിത്ത് പാകി പിടിപ്പിച്ച ചെടിയാണെന്നറിയോ, ഇപ്പോഴും ഇതിനകത്ത് നല്ല ഉഷാറായിട്ട് പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. കണ്ടോ, ഞാനിങ്ങനെ വിത്ത് പാകി മുളപ്പിച്ച ഒരു കാര്യത്തിൽ വളരെ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ കെയർ ചെയ്യണതിൻ്റെ അനുസരിച്ചൊക്കെ ഇരിക്കും കേട്ടോ. കണ്ടോ,
ഞാൻ വിത്ത് പാകി പിടിപ്പിച്ച് ഒരു പ്രാവശ്യം പൂവുണ്ടായി ആ ചെടിയുടെ ലൈഫ് കഴിഞ്ഞ് വിത്ത് പാകിയതാണ് കേട്ടോ. വീണ്ടും വിത്ത് പാകിയിട്ട് വന്നിരിക്കുന്ന ചെടികളാണ്. ശരിക്കും ഒരു റോസാപ്പൂവിൻ്റെ അതേ ഭംഗിയാണ് ആ ഓരോ പൂക്കൾക്കും. ഇതുണ്ടോ? അപ്പോൾ നമുക്ക് ഒരു കയറിങ്ങില്ലാതെ എന്നാൽ വീട്ടിൽ അത്യാവശ്യം പൂക്കളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് ഇതേപോലത്തെയൊക്കെ വിത്തുകൾ പാകി പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ മനോഹരമായിട്ടുള്ള ഇതുപോലെ സുന്ദരികളെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വിത്ത് വാങ്ങാം. ഞാൻ നമ്പർ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ഏത് വിത്ത് വേണ്ടതെന്ന് വെച്ചാൽ പറയാം. അല്ലെങ്കിൽ കോംബോ ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വിത്ത് ഏതാണെന്ന് വെച്ചാൽ വാങ്ങാം. ഇത് നമുക്ക് മഴക്കാലത്തും വലിയ മഴ കൊള്ളാത്ത ഭാഗത്തൊക്കെ ഹാങ് ചെയ്തിട്ട് എപ്പോഴും പൂവുണ്ടാവുന്നതാണ് വിങ്ക. ഏത് വിങ്കയും, നാടൻ വിങ്ക ആയാലും ഇതുപോലെ ഹാങ്ങിങ് വിങ്ക ആയാലും എപ്പോഴും പൂവുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കെയർ ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.